ഗാസയിലെ ഹമാസിനെ എതിർക്കുന്ന സംഘങ്ങൾക്ക് ഇസ്രായേൽ ആയുധം നൽകുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ സൈനികരുടെ ജീവൻ രക്ഷിക്കുകയും ഹമാസിന്റെ ഭരണം ഇല്ലാതാക്കുകയുമാണ് ലക്ഷ്യമെന്ന് നെതന്യാഹു പറഞ്ഞു. ഗാസയിലെ പലസ്തീൻ വിഭാഗങ്ങൾക്ക് ഇസ്രായേൽ ആയുധം നൽകുന്നുണ്ടെന്ന വാർത്ത നെതന്യാഹുവിനെ എതിർക്കുന്ന വലതുപക്ഷ നിയമസഭാംഗവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ അവിക്ടോർ ലീബർമാൻ ചോർത്തി നൽകിയതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന പുറത്തുവന്നത്. ഇതിലെന്താണ് തെറ്റെന്നായിരുന്നു നെതന്യാഹുവിന്റെ ചോദ്യം. ഹമാസിനെ എതിർക്കുന്ന വംശങ്ങളെ ഇസ്രായേൽ സജീവമാക്കിയിട്ടുണ്ട്. പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസിനെ ദുർബലപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഈ നീക്കം ഇസ്രായേൽ സൈനികരുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുമെന്നും ഓപ്പറേഷന്റെ വെളിപ്പെടുത്തൽ ഹമാസിന് മാത്രമേ സഹായിക്കുള്ളൂവെന്നും നെതന്യാഹു പറഞ്ഞു. എല്ലാ സുരക്ഷാ മേധാവികളുടെയും ശുപാർശകൾ പാലിച്ചുകൊണ്ട് ഇസ്രായേൽ വിവിധ മാർഗങ്ങളിലൂടെ ഹമാസിനെ പരാജയപ്പെടുത്താൻ പ്രവർത്തിക്കുകയാണെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസും പ്രതികരിച്ചു. എന്നാൽ തീരദേശ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും ഹമാസിനെ നശിപ്പിക്കാനും വലിയ തോതിലുള്ള ആക്രമണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന് നേരെയാണ് ഇത്തരം സംഘങ്ങൾ ആയുധങ്ങൾ പ്രയോഗിക്കാൻ സാധ്യതയെന്നാണ് ലീബർമാന്റെ മുന്നറിയിപ്പ്. ഗാസയിലെ യാസർ അബു ഷബാബ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് ഇസ്രായേൽ ആയുധങ്ങൾ വിതരണം ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇസ്രായേൽ തന്റെ ഗ്രൂപ്പിന് ആയുധങ്ങൾ നൽകിയെന്ന കാര്യം യാസർ അബു ഷബാബ് നിഷേധിച്ചു. ഗാസയിലെ ഒരു പ്രധാന സംഘടനയായ അബു ഷബാബിനെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനു മുമ്പ് മോഷണം, മയക്കുമരുന്ന് കടത്ത് എന്നീ കുറ്റങ്ങൾ ചുമത്തി ഹമാസ് അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ വ്യോമാക്രമണം ഹമാസിന്റെ സുരക്ഷാ ആസ്ഥാനം തകർത്തതിനെ തുടർന്ന് ഇവർ ജയിൽ ചാടി. പിന്നീട് ഹമാസിനെതിരെയുള്ള ഒരു എതിർശക്തിയായി സ്വയം പ്രഖ്യാപിച്ചു. ഗാസയിലേക്ക് സഹായവുമായി വരുന്ന ട്രക്കുകളെ സംരക്ഷിക്കുക, ഹമാസ് സർക്കാരിന്റെ ഭീകരതയിൽ നിന്നും സാധാരണക്കാരെ സംരക്ഷിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇവർ പറയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കീന ന്യൂസ്.